ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞതുപോലെ മാതൃകാപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ വലിയ വലിയ ശുശ്രൂഷകന്മാർ ഉണ്ടല്ലോ, വലിയ വലിയ മെഗാ ശുശ്രൂഷന്മാരുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നിങ്ങളൊന്ന് മനസ്സിലാക്കി, ക്രിസ്തുവിൽ തികഞ്ഞ ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ എന്ത് ശുശ്രൂഷയാണ് നടക്കുന്നത്? അവിടെ വ്യക്തമായി പറയുന്നുണ്ട് 29-ാമത്തെ വാക്യം, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിലിരിക്കാൻ അവർക്ക് നേരമില്ല. അവർക്ക് കാറുകളും ബംഗ്ലാവുകളും പണവും പണക്കൊഴുപ്പിന്റെ പ്രൗഢിയിലാണ് അവിടെ നടക്കുന്നത്. അവർക്ക് എങ്ങനെ ദൈവസന്നിധിയിലിരിക്കാൻ കഴിയുന്നു? പ്രിയപ്പെടുന്നു, വിശ്വാസത്തിൽ വന്നപ്പോൾ എന്തുണ്ടായിരുന്നു, ഇപ്പോൾ ആയിരിക്കുമ്പോൾ എന്തുണ്ട്? ഒന്നും മനസ്സിലാക്കി. ഇതെല്ലാം എവിടുന്ന് വന്നു? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നാശത്തിലേക്ക് പോകുന്നതാണ്. ഇത് നാശത്തിലേക്കുള്ള പോക്കാണ് പോകുന്നത്. ഈ നാശത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, അവരോട് വേർപെട്ടിരിപ്പി. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം വിട്ട് നടക്കുന്ന ഏതൊരു സഹോദരനോടും അകന്നിരിക്കണമെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം ആജ്ഞ. അതനുസരിക്കാൻ കഴിവുണ്ടോ? ആർക്കെങ്കിലും സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ദൈവരാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരിൽ നിന്ന് വേർപെട്ടിരിക്കണം. അതുകൊണ്ട് കർത്താവിന്റെ വരവ് എത്രയും ആസന്നമായി. ഇന്ന് കാണുന്ന ഈ സമ്പ്രദായങ്ങളൊന്നും കർത്താവിനു ഹല്ലേലൂയ സ്തോത്രം യോജിച്ചതല്ല, വചനത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ, ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയാൻ ഇന്ന് സഭക്ക് കഴിയും. പക്ഷേ ഞാൻ ധനവാൻ സമ്പന്നനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനവും ദൈവവും കർത്താവും പറയുന്നു, ആത്മീകമായി നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കടിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാൻ ധരിക്കാൻ വെള്ളയുടുപ്പും, തേജസ്സാവുന്ന വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടി കണ്ണിരുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. എനിക്ക് പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷേ ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അത് കേൾക്കാൻ താല്പര്യം വഴിയില്ല. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, നമ്മുടെ കർത്താവിന്റെ വരവ് എത്രയാസം. ഇന്ന് കാണിക്കുന്ന ഈ സമ്പ്രദായത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ സംഘടനകളൊന്നും അതിൽ നിന്നും പിന്മാറാൻ അവർക്ക് സാധിക്കത്തില്ല. അല്പം തെറ്റാണെന്ന് അവർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അങ്ങനെ തെറ്റാണെന്ന് അവർ സമ്മതിച്ചാൽ അവരുടെ കയ്യിലെ വാച്ചൂരി പോകും എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് അവരുടെ പ്രൗഢിയും അവരുടെ മഹത്വം എല്ലാം തീർന്നുകൊണ്ടിരിക്കും.